ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഇപ്പോൾ ഇറാനുമായി നടക്കുന്ന വാർ, അതുമായി അനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സാറുടെ അഭിപ്രായമൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇറാനുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ GCC ഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു സിനാരിയോ ആണല്ലോ. GCCയിൽ ഒരു അൺറസ്റ്റ് ഉണ്ടായാൽ കേരളത്തിലൊരു യുദ്ധം ഉണ്ടായ പോലെയാണ് നമ്മൾക്ക് ഫീൽ ചെയ്യുക. കാരണം നമ്മൾ മലയാളികൾ അത്രയധികം അറ്റാച്ച്ഡും അത്രയധികം ഡിപ്പെൻഡൻറ്റുമാണ് ഗൾഫ് സ്റ്റേറ്റുകളുമായിട്ട്, പ്രത്യേകിച്ച് UAE, സൗദി, അങ്ങനെ എല്ലാ സ്റ്റേറ്റുകളുമായിട്ടും. ഈ GCC കൺട്രീസിൽ ഇതുപോലുള്ളൊരു വാറ് വരുമ്പോഴുള്ള ആ ഒരു പ്രത്യാഘാതം നമ്മൾക്ക് ഒരാൾക്കും വിവരിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഉള്ളത്. പല ഘടകങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിനെ എങ്ങനെ ബാധിക്കുന്നു, ഇന്ത്യനെ എങ്ങനെ ബാധിക്കുന്നു, ഓവറോൾ വേൾഡിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഡിപ്പെൻഡിങ് അപ്പോൺ എത്ര ഫാസ്റ്റായിട്ട് യുദ്ധം നിർത്തുന്നു എന്നുള്ളത്. യുദ്ധത്തിനൊരു എൻഡ് വന്നില്ലെങ്കിൽ, പ്രോബ്ലംസ് എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് കേരളത്തെയും ഇന്ത്യയെയും അതുപോലെ ലോകമെമ്പാടും വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെയും അതേപോലെ തന്നെ അവിടെ ചെയ്യുന്ന ബിസിനസ്സുകാരുടെയും, ചെറുതായിട്ട് വെണ്ടറായിട്ട് എന്തോ ചെയ്താലും ഇവരുടെയെല്ലാം ഒരു ഹാർഡ് ഏൺ മണിയാണ് ഈ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ തന്നെ പിടിച്ചു നിർത്തുന്നതെന്നറിയാം. ഏകദേശം 85,000 കോടിയാണ് ഒരു വർഷം കേരളത്തിൻ്റെ റെമിറ്റൻസ് എന്ന് പറയാം. 85,000 കോടി ഇന്ത്യൻ റുപ്പീസ്. ഇത് ഹ്യൂജ്. പിന്നെ നമ്മൾക്കറിയാവുന്നതുപോലെ കേരളത്തിൽ വേറെ ഒരു മറ്റുള്ള മാർഗങ്ങളൊന്നുമില്ല, ഇൻഡസ്ട്രീസ് ഒന്നുമില്ല, കാര്യമായിട്ടുള്ളതില്ല, ഒരു എക്സ്പോർട്ടിങ്ങിനുള്ള ചാൻസസ് ഇല്ല. കാരണം ഞങ്ങളുടെ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുന്നില്ല. എല്ലാം ഡിപ്പെൻഡിങ് അപ്പോൺ ഗൾഫ് കൺട്രീസ്. കാരണം ഒരു 50 വർഷമായിട്ടിപ്പോൾ കേരളത്തിൻ്റെ പ്രധാന വരുമാന മാർഗം ഗൾഫാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏത് ദുരിതവും ഏത് സന്തോഷവും ഏത് നല്ലതും എല്ലാം നമ്മളെയും ബാധിക്കും എന്നുള്ളതാണ് സത്യം.